സ്പെഷ്യൽ രീതിയിലാണ് നമ്മളെ മേക്കിംഗ് വരുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. 10 കിലോ റൈസും 12 കിലോ ചിക്കനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ചെമ്പടുപ്പത്ത് ചൂടായി വരുമ്പോൾ അധികം നമ്മൾ ഒരു അല്പം സൺഫ്ലവർ ഓയിൽ ആണ് വെച്ചെടുക്കുക. ഒരു 250 മില്ലി മതി കേട്ടോ. ഒരല്പം പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക. ഒരു 300 ഗ്രാം പച്ചമുളക്, പിന്നെ കഴുകി വൃത്തിയാക്കിയ 12 കിലോ ലഗോൺ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ 4 കിലോ സവാള, 2.5 കിലോ തക്കാളി, 250 ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതോ അരച്ചതോ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 പാക്കറ്റ് തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാല ഇട്ടാ സൂപ്പർ ആവും. എന്നിട്ട് അവിടെ അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ അതങ്ങനെ തിളച്ചു വന്നിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് ആദ്യമായിട്ട് ഇളക്കാൻ പാടുള്ളൂ. എന്നിട്ട് പിന്നെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിയില, പുതിനയില, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി വേവിക്കുക. ഇടക്കിടക്ക് ഒന്ന് ഇളക്കി വെന്തിച്ചു കൊടുക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം റൈസ് നമ്മൾ വേവിച്ച് ഊറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലാതെ നമ്മൾ വറ്റിച്ചിട്ടല്ല കേട്ടോ. എന്നിട്ട് ഒരു ലെയർ ചോറിട്ട് കൊടുക്കുക. അതിന്റെ നടുവില് സവാള പൊരിച്ചത്, ക്യാരറ്റ്, മല്ലിയില, പുതിനയില എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയറും കൂടെ ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയതിന് ശേഷം അതിന്റെ മേലെ കൂടി നെയ്യും സൺഫ്ലവർ ഓയിലോ ഡാൽഡയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. അതിന്റെ മേലെ കനലാണ്ട് ഇട്ട് കൊടുക്കുക. അടിയിൽ ലോ ഫ്ലെയിമിൽ തീയിട്ടാൽ മതി കേട്ടോ. 3/4 മണിക്കൂർ വെച്ച് വേവിച്ചാൽ മതി.